ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചക്കപ്പഴം കൊണ്ട് അടയുണ്ടാക്കാമേ. അപ്പം ഞാൻ നേരത്തെ കൂഴച്ചക്കപ്പഴം വേവിച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിലാണ് വെച്ചായിരുന്നത്. അപ്പോൾ കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടി വെളിയിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ റാഗി പൗഡറും തേങ്ങ ചുരണ്ടിയതും തേങ്ങാക്കൊത്തും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇല ഇല്ലായിരുന്നു, ഈ ഭക്ഷണയില അല്ലെങ്കിൽ ഇടനയില. അപ്പോൾ അത് എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് തുടച്ചെടുത്ത് അതിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മണവും ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ എപ്പോഴും ഇലയൊന്നും കിട്ടാനില്ലല്ലോ, അപ്പോൾ ഇതുപോലെ വെച്ചേർന്നാൽ മതി. അപ്പോൾ ആവശ്യത്തിന് നമുക്കിത് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാം. ചക്കപ്പഴം ആയാലും ഇതുപോലെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴം ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും തോന്നും, നല്ലതുമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി, ഇലയില്ലാത്തവരൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.